മാർച്ച് 14 നോമ്പിൻ്റെ 3-ാം ആഴ്ചയിലെ ശനിയാഴ്ച. ലൂക്ക 18 9 മുതൽ 14 വരെ വാക്യങ്ങൾ. ഒരു വിദ്യാർത്ഥി ഒരിക്കൽ റബ്ബിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, മുമ്പ് ദൈവത്തെ മുഖാമുഖം നോക്കിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത്? റബ്ബി മറുപടി പറഞ്ഞു, കാരണം ഇന്ന് ആരും അത്രയും താഴ്മയോടെ കുമ്പിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നീതിയെയും വിനയത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുന്ന ഒരു ആഴമേറിയ ഉപമ നാം കാണുന്നു. സ്വയം നീതിക്കാരനായ ഫരിസേയനും എളിമയുള്ള ചുങ്കക്കാരനും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം ചിത്രീകരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പ്രവേശിച്ച ആ 2 പേരുടെ കഥ യേശു പറയുന്നു. ഒരു നിർണായക സന്ദർഭത്തോടെയാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. തങ്ങൾ നീതിമാന്മാരാണെന്ന് തങ്ങളിൽ തന്നെ വിശ്വസിക്കുകയും മറ്റുള്ളവരെ അവജ്ഞയോടെ നോക്കുകയും ചെയ്ത ചിലരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഈ പ്രാരംഭ നിരീക്ഷണം ഈ കഥയുടെ വേദിയൊരുക്കം മാത്രമല്ല, നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്വാസം കണ്ടെത്താവുന്ന നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു. ഫരിസേയൻ അഭിമാനത്തോടെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് തൻ്റെ ഗുണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഞാൻ ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന എല്ലാറ്റിൻ്റെയും ദശാംശം ഞാൻ നൽകുന്നു. ദൈവവുമായുള്ള സംഭാഷണത്തെക്കാൾ തന്നെ പ്രശംസിക്കുന്നതാണ് അവൻ്റെ പ്രാർത്ഥന. അവൻ തന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. സ്വന്തം പ്രവൃത്തികളിൽ മാത്രം ആശ്രയിക്കുന്നു. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന ചുങ്കക്കാരനെ നിന്ദിച്ചുകൊണ്ട് തന്നെ ശ്രേഷ്ഠനായി കാണുന്നു. മറുവശത്ത് ആ ചുങ്കക്കാരൻ എളിമയുടെയും യഥാർത്ഥ അനുതാപത്തിൻ്റെയും ഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ തയ്യാറാകാതെ അവൻ അകലെ നിൽക്കുന്നു. പകരം അവൻ മാറത്തടിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു, ദൈവമേ, പാപിയായ എന്നോട് കരുണ കാണിക്കണമേ. അവൻ്റെ അപേക്ഷ സത്യസന്ധവും എളിമയും നിറഞ്ഞതാണ്. ലജ്ജയുടെയും നിരാശയുടെയും ഭാരം വഹിക്കുന്ന തൻ്റെ പാപങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറച്ചിലാണത്. ആഴത്തിലുള്ള ദുർബലതയുടെ ഈ നിമിഷത്തിൽ ദൈവത്തെ സമീപിക്കുക എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം സംഗ്രഹിക്കുന്നു. നടിക്കാതെ യഥാർത്ഥത്തിൽ കൃപ തേടുന്നൊരു ഹൃദയം. യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ കാതൽ ഇതാണ്. ദൈവം മുമ്പാകെയുള്ള താഴ്മ സ്വയ നീതിപരമായ പ്രഖ്യാപനങ്ങളെക്കാൾ വിലപ്പെട്ടതാണ്. ശക്തമായ ഒരു പ്രസ്താവനയോടെ യേശു ഉപമ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ വീട്ടിലേക്ക് പോയി. മറ്റേയാളേക്കാൾ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ പ്രഖ്യാപനം വെറുമൊരു ധാർമ്മിക പാഠമല്ല, അത് ദൈവകൃപയുടെ വാഗ്ദാനമാണ്. ചുങ്കക്കാരൻ്റെ വിനയം ഫരിസേയന് തൻ്റെ അഹങ്കാരത്തിൽ ഒരിക്കലും നേടാൻ കഴിയാത്ത ഒരു ന്യായീകരണം നേടിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് ചുങ്കക്കാരൻ്റെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സമീപിക്കാം. അവൻ്റെ കരുണയുടെ ആവശ്യകത തുറന്നും സത്യസന്ധമായും താഴ്മയോടും നമുക്ക് തിരിച്ചറിയാം. സ്വയം ഉയർത്താനുള്ള പ്രേരണയെ ചെറുത്ത് ക്രിസ്തുവിൽ മാത്രം നമ്മുടെ മൂല്യവും ഐഡന്റിറ്റിയും കണ്ടെത്താം. നാം അവനെ അന്വേഷിക്കുമ്പോൾ അവൻ്റെ വചനത്തിലെ വാഗ്ദാനം നമുക്ക് ഓർമ്മിക്കാം. ദൈവം മുമ്പാകെ സ്വയം താഴ്ത്തുന്നവർ അവൻ്റെ കൃപയിൽ ഉയർത്തപ്പെടും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
Paulachan, CSSR from Kerala.